ബിസിനസ് ചെയ്യണ കാലത്തൊക്കെ എന്തായിരുന്നു, എല്ലാം നശിച്ചു. 10 ഉറുപ്പിക ഉണ്ടെങ്കിൽ തന്നെ ആരുടെ മുന്നിലും വില ഉള്ളൂ. കൂട്ടുകെട്ട് ബിസിനസ് പാർട്ട്ണർമാര് നന്നായില്ലെങ്കിൽ തന്നെ എല്ലാവരുടെയും അവസ്ഥ. അടച്ചോനെ അയ്യ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്നെ മനസ്സിലായോ? ഇല്ല മോനെ, അത് മനസ്സിലാവണില്ല. ഈ ഏതാ? അതെ, നിങ്ങൾ എന്റെ വിശപ്പ് മാറ്റിയ ആളാ. എന്താണ് എനിക്കൊന്നും മനസ്സിലാവും? ഇപ്പോഴും എന്റെ വിശപ്പ് മാറ്റിക്കൊണ്ടിരിക്കണ നിങ്ങളാ. അത് തിരിയണില്ലേ കുട്ടി? അതെ, അന്ന് ഞാൻ വിശന്നിരിക്കുമ്പോഴേ നിങ്ങള് പീടിയെന്ന് എന്തോ കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ടു പറഞ്ഞിട്ട് എന്റെ വിശപ്പിനുള്ളത് തന്നു. അതേപോലെ തന്നെ അന്ന് പണിയില്ല പറഞ്ഞപ്പോ നിങ്ങൾ കുറച്ച് പപ്പടം കൊടുന്ന് തന്നിട്ട് കച്ചവടം ചെയ്തോ എന്ന് പറഞ്ഞു എന്നോട്. കൊറേ ഓർമ്മ ഉണ്ട് കുട്ടിയെ. മനസ്സിലായോ? അന്ന് നിങ്ങളാ വാങ്ങി തന്ന പപ്പടത്തുമ്മ തുടങ്ങിയിട്ട് ഇപ്പോ ഞാൻ അൽഹംദുലില്ലാ കുറേ ബിസിനസ് ചെയ്ത് ഇപ്പൊ 19ഓളം കടകളായി എനിക്ക്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കാണാച്ചിട്ട് ഇറങ്ങിയതാ. പഴയ ഓർമ്മ കുട്ടിയെ നിന്ന് നിക്കണില്ലേ? വിശന്നിട്ട് വയ്യ, വല്ലതും തരുമോ? കണ്ടിട്ട് ഉണ്ടല്ലോ, വല്ല ജോലിക്കൊക്കെ പോയിക്കൂടെ? പണിക്കൊക്കെ പോയിട്ട് അധ്വാനിച്ച് തിന്നോടെ എന്തേലും. പണിയൊക്കെ ഉണ്ടായിരുന്നു, പണി ഉണ്ട് പറഞ്ഞ് കൊണ്ടുപോയി. ഒന്നും തന്നില്ല അവരെ, പൈസയും തന്നില്ല, ഒന്നും തന്നില്ല. 4 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. അതില് കുട്ടികൾക്ക് പഠിച്ചത് പഴന്നത് കഴിച്ചോളൂ. കുട്ടികൾക്ക് പഠിച്ചതാ. പിന്നെ നിങ്ങൾ കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങൾക്ക് പറ്റിയൊരു പണി ഞാൻ തരാം. ഇപ്പൊ വരാട്ടോ, അവിടെ ഇരിക്കണം കേട്ടോ. പോരാ. പിന്നെ ഇത് കുറച്ച് പപ്പടാണ്. ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ വിൽക്കുക. പെരുന്നാളാണല്ലോ, നാളെ പെരുന്നാളാണല്ലോ. അപ്പൊ ആൾക്കാർക്ക് പപ്പടം മേടിക്കും. ഇത് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടും. ഇതിന് ആ പൈസ കൊണ്ട് വീണ്ടും എടുക്കുക. അങ്ങനെ ഒരു കച്ചവട ബിസിനസ് ആയിട്ട് ചെയ്താൽ ജീവിക്കാൻ പറ്റും കേട്ടോ. എന്നാ അങ്ങനെ ചെയ്തോളിട്ടാ. അപ്പൊ എന്നാ ശരി. എന്റെ പൈസ തരാൻ എന്റെ ഇല്ല. പൈസ വേണ്ട, അത് ഞാൻ എന്റെ വകയായിട്ട് തരികയാണ്. നിങ്ങളത് കച്ചവടം ചെയ്തിട്ട് ആ പൈസക്ക് വീണ്ടും കുറച്ച് പപ്പടം എടുത്ത് കച്ചവടം ചെയ്തോളി കേട്ടാ. ഇങ്ങനെ പോയി ലൈനിൽ പോയ ആൾക്കാർ മേടിക്കേ കേട്ടാ. എന്നാ ശരിട്ടാ. ചേച്ചിയെ പപ്പടം വേണോ? ചേച്ചിയെ പപ്പടം ഉണ്ട്, പപ്പടം. പപ്പടം വാങ്ങിയിട്ടില്ലല്ലോ. നാളെ ഇപ്പൊ പെരുന്നാളല്ലേ, ബാക്കിയുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു. പപ്പടം കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ആ മൂപ്പരേന്ന് മേടിക്കാം. ഇപ്പൊ എന്തായാലും 19 ഉറുപ്പിക്ക് മേടിക്കാം. ഇക്കാ പപ്പടം ഉണ്ടോ? എന്താ കിലോ വില? എത്ര വേണ്ടേ? ഇക്കൊരു 50 ഉറുപ്പിക്ക് മതി. ശരിട്ടാ. പപ്പടക്കാരൻ വരുന്നോ? പപ്പടക്കാരൻ 50 ഉറുപ്പിക്ക് പപ്പടം വേണം. അതെ, നിങ്ങൾ എന്റെ വിശപ്പ് മാറ്റിയ ആളാ. വലൈക്കും അസ്സലാം. എന്നാ ശരി മോനെ, അത് വരക്കട്ടോ. എന്നാ ശരിട്ടോ. അൽഹംദുലില്ലാ, നമ്മള് കാരണം അച്ഛവനെ ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ സന്തോഷം. അല്ലാ, ഒരു വഴി കാണിച്ചു കൊടുത്ത് അവർ രക്ഷപ്പെട്ടു. ഇപ്പോൾ 19ഓളം കടണ്ട് എന്നാണ് കേൾക്കുന്നത്. അൽഹംദുലില്ലാ, കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിൽ. ഒരാളും പാർട്ട്ണറായിട്ട് ബിസിനസ് ചെയ്യാതിരിക്കുക. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ നിങ്ങൾക്കും വരും.